ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വീടിന് വേണ്ടിയിട്ട് പ്ലാൻ വരപ്പിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമായിട്ട് ബജറ്റ് എത്രയാണ് എന്നുള്ളത് ഫിക്സ് ചെയ്യുക. നമുക്കിപ്പോൾ വീട് നിർമ്മിക്കാനായിട്ട് എത്രയാണ് നമ്മുടെ ബജറ്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലാൻ വരയ്ക്കുന്ന ഡിസൈനറെയോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെയോ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. കാരണം ഇത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ആണെങ്കിൽ ഈ ഒരു ബജറ്റിൽ നിൽക്കാം എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബജറ്റ് ഒരു 20 ലക്ഷം രൂപയാണെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1100 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത് വരുന്നത് അതിൻ്റെ ഏരിയ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എത്രയാണോ ഏരിയ വേണ്ടത്, എത്ര വലിപ്പമുള്ള വീടാണോ വേണ്ടത്, അപ്പോൾ ആ ഒരു ഏരിയയിൽ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ പ്ലാൻ വരപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ ഓരോ ഡിസൈനർ എടുത്ത് പറയുമ്പോൾ അവർക്ക് ഇത്ര ബെഡ്റൂം വേണം, അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയും വിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ മേലേക്ക് വരികയാണെങ്കിൽ ലക്ഷറി ടാക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഏഹ്, ഇന്ന ഏരിയയിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ചില ഇളവുകളൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണ് ഏരിയ എന്നുള്ളത് അത് ആദ്യമേ തന്നെ ഫിക്സ് ചെയ്യുക. അതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കുക. അടുത്തത് ബെഡ്റൂമുകൾ. ബെഡ്റൂമുകളുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പ്ലാൻ വരച്ച് കഴിഞ്ഞാലും പല ആൾക്കാർക്കും അത് നിർമ്മിക്കുന്ന സമയത്തായിരിക്കും ഈ ബെഡ്റൂം ചെറുതായി പോയി എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ അളവ് നമ്മൾ ഒന്നുകിൽ നമ്മൾ നേരിട്ട് ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ ഒരു റൂമിൻ്റെ സൈസാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഡിസൈനറുടെ അടുത്ത് പറയുക ഇന്ന അളവിൽ നമുക്കൊരു ബെഡ്റൂം വേണം. അല്ലെങ്കിൽ എല്ലാ ബെഡ്റൂമുകൾക്കും ഇന്ന അളവുകൾ വേണം എന്നുള്ളത് ആ ഡിസൈനറുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്ലാൻ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് പണി തുടങ്ങി അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞ സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക ആ ബെഡ്റൂമിൻ്റെ സൈസ് കുറവായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റൂമിൽ ബെഡ് അതുപോലെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ചെറിയ റൂമായിട്ട് തോന്നും. അപ്പോൾ അത് നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു റൂമിൻ്റെ അളവ് ഓക്കെ ആണെങ്കിൽ ആ അളവ് എടുത്തിട്ട് നമ്മൾ ആ ഡിസൈനറുടെ അടുത്ത് പറയുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അടുത്തത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ റൂമുകളിലേക്ക് വേണ്ട വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്കിപ്പോൾ ബെഡ്റൂമിലേക്ക് ആണെങ്കിലും അതുപോലെ ലിവിങ് ഹാൾ അതുപോലെ ഡൈനിങ് ഹാൾ ഇവയ്ക്കൊക്കെ മാക്സിമം വെന്റിലേഷൻ അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഒരു പ്ലാൻ വരയ്ക്കുന്ന ആൾ നമ്മുടെ സൈറ്റ് വന്ന് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ പലപ്പോഴും നമുക്ക് ജസ്റ്റ് ഒരു സൈറ്റ് പ്ലാൻ മാത്രം അയച്ചു തന്നിട്ട് പ്ലാൻ വരപ്പിക്കാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ആ ഒരു പ്ലാനിനനുസരിച്ച് സൈറ്റ് പ്ലാനിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ആയിരിക്കും വരയ്ക്കുക. അതിപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റിംഗ് എങ്ങനെയാണ്, അവിടെ ഈ വീടിന് ചുറ്റും ഈ പ്ലോട്ടിന് ചുറ്റും വലിയ ബിൽഡിങ്ങുകളുണ്ടോ എന്നുള്ളതൊന്നും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സൈറ്റിലേക്ക് വന്നിട്ട് ഡിസൈൻ ചെയ്യുന്ന ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറയുക ഇന്ന സ്ഥലങ്ങളിൽ വെന്റിലേഷൻ കാര്യങ്ങൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അടുത്തത് ബാത്റൂമുകളാണ്. ബാത്റൂമുകൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഒരു 2 ബെഡ്റൂമുകൾക്ക് ഒരു കോമൺ ബാത്റൂം എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും കൊടുക്കുന്നത്. നിങ്ങളത് പരമാവധി ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് റിനോവേഷൻ വർക്കുകൾ വരുന്നതിൽ ഭൂരിഭാഗവും ഇതുപോലെ ബാത്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വർക്കുകളാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ഏരിയയുടെ പ്രശ്നം കൊണ്ടൊക്കെ ഒഴിവാക്കാറുണ്ടെങ്കിലും ഇപ്പം അങ്ങനെ ബാത്റൂം വേണ്ടാന്നുണ്ടെങ്കിലും അതിനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രൊവിഷൻ ഫ്യൂച്ചറിൽ എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് പ്ലാൻ തയ്യാറാക്കുക. അതിപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈനറുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി തരും. അടുത്തത് ഒരു 3D ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പ്ലാൻ 2D പ്ലാൻ വരച്ചതിന് ശേഷം അതിൽ പലപ്പോഴും നമ്മൾ നേരത്തെ ബെഡ്റൂമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് 2D പ്ലാനിൽ പെട്ടെന്നൊന്നും കൂടെ മനസ്സിലാവില്ല. അപ്പോൾ 3D പ്ലാൻ വരപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്ലാൻ അതിൻ്റെ 3D പ്ലാനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നമ്മുടെ ഫർണിച്ചറുകളൊക്കെ ഇട്ടതിന് ശേഷം എന്തോരമൊക്കെ സ്പേസ് അവിടെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു 3D ചെയ്യിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇൻറ്റീരിയർ ഒക്കെ മുഴുവനായിട്ട് ചെയ്യിക്കാനായിട്ട് ബജറ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 3D എലിവേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു 3D പ്ലാനും ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശ ധാരണ നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് വാസ്തുവാണ്. അപ്പോൾ വാസ്തു നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ അടുത്ത് ഇതുപോലെ വീട് നിർമ്മിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അളവുകൾ വെച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കും. അതിനുശേഷം നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ അവർക്ക് വിശ്വാസമുള്ള ഏതൊരു വാസ്തു കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണോ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ അതിനുശേഷം അത് പ്ലാൻ ഫിക്സ് ചെയ്തതിന് ശേഷമേ നമ്മൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ വാസ്തു എന്താണ് വിശ്വാസമുള്ളവർ അത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാൻ വീടിൻ്റെ പ്ലാൻ 3D കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.